السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين. പരിശുദ്ധമായ റമദാൻ ഷരീഫ് നമ്മിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ 183-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. ഓ വിശ്വാസികളെ, നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ജനതക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ഭക്തന്മാരാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. പരിശുദ്ധ റമദാനിൽ പ്രധാനപ്പെട്ട 2 കർമ്മങ്ങളാണുള്ളത്: നോമ്പും നിസ്കാരവും. പകലിലെ നോമ്പും രാത്രിയിലെ നിസ്കാരവും. സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അതിനെക്കുറിച്ച് പറയുകയാണ്, ഇഫ്തറല്ലാഹു അലൈക്കും സിയാമ വജഅല ഖിയാമഹു തതവ്വുഅ. ഈ പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ നിങ്ങൾക്ക് നോമ്പ് ഫറളാക്കിയിരിക്കുന്നു. വജഅല ഖിയാമഹു തതവ്വുഅ. ഈ നോമ്പിൽ നിങ്ങൾക്ക് സുന്നത്തായ പ്രത്യേകമായ നിസ്കാരമുണ്ട്. നമുക്കൊക്കെ അത് തറാവീഹ് നിസ്കാരമാണ്. റമദാനിന് പ്രത്യേകമായ നിസ്കാരം തറാവീഹാണ്. മറ്റുള്ള വിത്തറും മറ്റുള്ള നിസ്കാരങ്ങളൊക്കെ എല്ലാ മാസത്തിലും ഉണ്ട്. പക്ഷേ തറാവീഹ് അത് റമദാനിന് പ്രത്യേകമായ നിസ്കാരമാണ്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പരിശുദ്ധമായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, കൂലി ആഗ്രഹിച്ച് ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ അത് അവൻ്റെ ദോഷം കുറിപ്പിക്കാൻ ഒരു കാരണമാണ് എന്നുള്ളതാണ്. പരിശുദ്ധമായ റമദാൻ ഷരീഫിന് മുന്നേ ഒരുങ്ങുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഈമാനിൻ്റെ ലക്ഷണമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ ഷരീഫ്. അത് നമ്മിലേക്ക് കടന്നു വരികയാണ്. അഥവാ വലിയൊരു അവസരമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ അവസരത്തെ വേണ്ട വിധം വിനിയോഗിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.